ഹായ് ഹലോ ബിൽഡ് യുവർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മാത്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് കവർ ചെയ്തു, ടൈപ്സ് ഓഫ് നമ്പേഴ്സ്. ഇന്ന് സെക്കൻഡ് ടോപ്പിക്കാണ് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി. നമുക്ക് നമ്പേഴ്സ് അറിയാം, ഡിവൈഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് അറിയാം, മൾട്ടിപ്ലൈ ചെയ്യണത് എങ്ങനെയാണെന്ന് അറിയാം. പക്ഷേ നമുക്കിപ്പോൾ ഒരു നമ്പർ തന്നിട്ട് ഇത് ഏതൊക്കെ നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു നമ്പർ ഏത് നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല അല്ലേ. നമുക്ക് പെട്ടെന്നൊരു വലിയ നമ്പർ, ചെറിയ നമ്പേഴ്സ് ഒക്കെ ഓക്കെ, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 4 ഡിജിറ്റ് നമ്പർ വരെയുള്ള കേസുകളൊക്കെ ഓക്കെയാണ്. അത് കഴിഞ്ഞാൽ നമുക്കത് പ്രോപ്പറായിട്ട് അറിയില്ല അല്ലേ. അങ്ങനെ വരുന്ന കേസുകളിൽ നമുക്ക് അത് ഇതിന് മാത്രമല്ല, ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ ഒരു MCQ ചോദിക്കും എന്നല്ല പറയണത്, അല്ലാണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഹയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അവിടെ എല്ലാം യൂസ് ആവുന്ന ഒരു കാര്യമാണ് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എങ്ങനെ ഓരോ നമ്പേഴ്സും ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് കണ്ടുപിടിക്കുക, ഫാക്ടർ ആണോ എന്ന് കണ്ടുപിടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. എല്ലാ നമ്പേഴ്സിൻ്റെയും അല്ല, സെലക്റ്റഡ് ആയിട്ട് കുറച്ച് നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ടൈപ്പ് നമ്പേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ഡിവിസിബിലിറ്റി ബൈ 2. ഒരു നമ്പർ നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ആ നമ്പർ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയേണ്ട കേസ് എന്ന് പറയുന്നത് ആദ്യത്തെ കേസാണ് ഇത്. അതായത് ആ തന്നിരിക്കുന്ന നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 0, 2, 4, 6, 8 ഈ ഒരു 5 നമ്പേഴ്സിൽ ഏതെങ്കിലും ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സിനെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഫാക്ടറൈസേഷൻ ഒക്കെ വരുമ്പം, ഇപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ, HCF, LCM ഒക്കെ കാണാൻ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വലിയ നമ്പേഴ്സ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് നമ്പർ യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യണം എന്ന് അറിയാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ. അപ്പം നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക, അവിടെ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ആണെങ്കിൽ അത് നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണ് 58964. 58964 യൂണിറ്റ് ഡിജിറ്റിൽ 4 ആണുള്ളത്. സോ നമുക്ക് എന്ത് പറയാം, ഇത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് 2 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. ഇനി വേറൊരു നമ്പർ നമുക്ക് തരികയാണ് 86945. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 5 ആണ്. സോ നമുക്ക് നമ്പർ കണ്ടാൽ തന്നെ പറയാം ദിസ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2. ഈ നമ്പർ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഡിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ 0 വരണം അല്ലേ. റിമൈൻഡർ 0 വരുന്ന നമ്പേഴ്സ് ആണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം 86945 ഒക്കെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെസിമൽ ആണ് വരിക, എന്തേലും ഒരു 0.5 എന്നായിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് 0, 2, 4, 6, 8 എന്ന് പറയുന്ന നമ്പേഴ്സ് യൂണിറ്റ് ഡിജിറ്റ് വരുന്ന എത്ര വലിയ നമ്പേഴ്സ് ആണെങ്കിലും അത് നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഡിവിസിബിലിറ്റി ബൈ 3. ഇനി എങ്ങനെയാണ് ഒരു നമ്പർ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയുന്നത്. നമുക്കൊരു നമ്പർ തന്നിരിക്കുകയാണ് 6954221. ഓക്കെ, 6954221 എന്ന നമ്പർ തന്നിരിക്കുകയാണ്. നമ്മൾ ഇനി ചെയ്യേണ്ടത്, എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3 ഓൺലി വെൻ ദ നമ്പർ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഈസ് ഡിവിസിബിൾ ബൈ 3. സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് അല്ലെ, ആ ഒരു ഡിജിറ്റിന്റെ സമ്മ് നമ്മൾ കാണണം. ഡിജിറ്റ്സിന്റെ സമ്മ് എന്ന് പറയുമ്പോൾ എന്താണ്, ആഡ് ചെയ്യണം അല്ലേ, ഡിജിറ്റ്സ് ആഡ് ചെയ്യണം. നമുക്ക് ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 6 + 9, 6 + 9 + 5 + 4 + 2 + 1 എന്നാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരാൻ പോകുന്നത്, 9 + 1 10, 6 + 4 10, 10 + 10 20, 25, 26, 27 എന്ന് വരും. This 27 is divisible by 3. 27 by 3 എന്ന് പറഞ്ഞാൽ നമുക്ക് 9 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 6945221 is divisible by 3 എന്ന് പറയാം. ഓക്കെ,
അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് അങ്ങനെ അല്ലാണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് വേറൊരു എക്സാമ്പിൾ, നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് മാത്രമല്ല അല്ലാത്തത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ. നമുക്ക് അടുത്ത നമ്പർ നോക്കാം. 94865 3. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 9 + 4 + 8 + 6 + 5 + 3 എന്ന് വരും. നമുക്ക് എന്താ വരിക? 6 + 3 9, 9 + 9 18, 18 + 4 എന്ന് പറഞ്ഞാൽ 22, 22 + 8 30, 30 + 5 35. 35 നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ 948653 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2ന്റെയും 3ന്റെയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോവാണ്. ഡിവിസിബിലിറ്റി ബൈ 9. ഡിവിസിബിലിറ്റി ബൈ 9. ഇപ്പൊ വിചാരിക്കും 2 3 കഴിഞ്ഞ് എന്തിനാണ് 9 ഇവിടെ കൊണ്ട് എഴുതിയിരിക്കുന്നത്? താഴെ എഴുതിയിരിക്കുന്ന 4 അല്ലേ ഇവിടെ എഴുതേണ്ടതെന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3യുടെ സെയിം പ്രൊസീജിയർ ആണ് നമ്മൾ 9ലും ഫോളോ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ 9നെ അടുത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെയാ ചെയ്യേണ്ടതാ? എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9 ഓൺലി വെൻ ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഈസ് ഡിവിസിബിൾ ബൈ 3. നമ്മൾ 3യുടെ കേസിൽ എങ്ങനെയാണ് നോക്കിയത്? 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ സമ്മ് 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇവിടെ അതുപോലെ തന്നെയാണ്. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ആഡ് ചെയ്യുക, ഡിജിറ്റ്സ് ആഡ് ചെയ്യുക, ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ 9ന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ 9 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ ആ ഒരു വലിയ ഡിജിറ്റും എന്ത് തന്നെയായിരിക്കും? 9 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ആ സെയിം നമ്പർ തന്നെ യൂസ് ചെയ്യേണ്ട, നമുക്ക് വേറെ നമ്പർ നോക്കാം. ഓക്കെ, അപ്പൊ അവിടെ 24651 എന്ന് നോക്കാം. നമ്മൾ ആഡ് ചെയ്യാണ്. 2 + 4 + 6 + 5 + 9 + 1. നമുക്ക് എന്ത് കിട്ടും? 6 + 4 10, 9 + 1 10, 10 + 10 20, 20 + 5 25, 25 + 2 27. ഈ 27 എന്താണ്? 9ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? We will get 3 as the answer. So 246591 is divisible by 9. ഇനി വേറെ നമ്പർ നോക്കാം. 73451 നമുക്ക് കിട്ടുക 7 + 3 + 4 + 5 + 1 + 9. 7 + 3 10, 9 + 1 10, 20, 24, 24 + 5 29. 29 is not a multiple of 9, so 734519 is not divisible by 9. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 9ന്റെയും 3യുടെയും സെയിം കൺസെപ്റ്റ് തന്നെയാണ്. നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ ആഡ് ചെയ്യുക, ആ കിട്ടുന്ന ഡിജിറ്റ്സിനെ ആഡ് ചെയ്യുക, ആ കിട്ടുന്ന ഡിജിറ്റ്സ് 3യുടെയോ 9ന്റെയോ 3 വെച്ചോ 9 വെച്ചോ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 3 വെച്ചാണെങ്കിൽ ആ തന്നിരിക്കുന്ന നമ്പർ 3യുടെ ഡിവിസിബിൾ ആണ്, 3യുടെ മൾട്ടിപ്പിൾ ആണ്. 9 കൊണ്ടാണ് പറ്റുന്നതെന്നുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന നമ്പർ എന്താണ്? 9ന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 9 എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 3യും 9ഉം അടുത്തടുത്ത് പറഞ്ഞത്. അടുത്തത് ഡിവിസിബിലിറ്റി ബൈ 4. 4 വെച്ച് എങ്ങനെയാണ് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യണതെന്ന്. A number is divisible by 4 if the number formed by its last 2 digits is divisible by 4. നമുക്ക് വലിയ നമ്പേഴ്സ് ഒക്കെ തന്നാൽ ഇരുന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ. ഇപ്പൊ നോക്കിക്കോ, നമുക്കൊരു നമ്പർ തരികയാണ് 6879376 എന്ന് തരികയാണ്. ഇത് നമ്മൾ 4ൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. അപ്പം നമുക്കിവിടെ 76 ലാസ്റ്റത്തെ 2 ഡിജിറ്റ്സ് ആണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മൾ എന്ത് ചെയ്താൽ മതി? 76 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ 4 എന്ന് കിട്ടും, ഇവിടെ 1 4 ബാലൻസ് 3 6 എന്ന് കിട്ടും 9. സോ 76 എന്താണ്? 4ന്റെ എന്താ പറയുക, 76 ആണ് നമുക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ്സ്. 76 നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ ആൻസർ കിട്ടുന്നത് 19 എന്നാണ്. സോ നമുക്ക് എന്ത് പറയാം? 6879376 ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത കേസ് നോക്കാൻ പോവാണ്. 496138 എന്ന് നോക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ 38 ആണ് നോക്കേണ്ടത്. 38 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം 4ന്റെ മൾട്ടിപ്പിൾ എന്താണ്? 36 ആണ് അല്ലെ. 36 ആണുള്ളത്. സോ നമുക്കറിയാം 38
മൾട്ടിപ്പിൾ അല്ലാന്ന്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 496138 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 4 എന്ന് പറയാം. അപ്പോൾ 4ൻ്റേത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തന്നിരിക്കുന്ന നമ്പറിന്റെ ലാസ്റ്റത്തെ 2 ഡിജിറ്റ്, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആണ് നമ്മൾ 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഡിവിസിബിലിറ്റി ബൈ 8. കൺഫ്യൂഷൻ വന്നു. 4 കഴിഞ്ഞ് 8 എന്തേലും ഉണ്ടാവും അല്ലേ? ഉണ്ട്. 4ന്റെ സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താ ഉള്ളത്, 4ന് നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആണ് എടുത്തത്. ഇവിടെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ആണ് എടുക്കേണ്ടത്. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ആണ് ഇവിടെ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഒരു നമ്പർ 8ൽ ഡിവിസിബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 8ന്റെ ഡിവിസിബിൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നമ്പർ നോക്കാം. നമ്പർ നമ്മൾ എടുക്കാൻ പോകുന്നത് നോക്കിക്കോ, 1 6 7 8 9 3 5 2. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് 352 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ ആണ് എടുക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, 352 ഡിവൈഡ് ചെയ്ത് നോക്കാം. അത് എളുപ്പമാണ് അല്ലേ? 352 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4 8s are 32 എന്ന് കിട്ടും. സോ ഇവിടെ എഗെയിൻ ഇവിടെ എന്ത് കിട്ടും, 32 എന്ന് കിട്ടും. 4. സോ എന്താണ്, 352 8ൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു നമ്പർ ദാറ്റ് ഈസ് 16789 ഈസ് ഡിവിസിബിൾ ബൈ 8 എന്ന് പറയാം. കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് നമുക്കിത് അവിടെ എടുക്കാം, 576484. നമ്മൾ 484 ആണ് നമ്മൾ എടുക്കേണ്ടത്. 484 പോവും, ചെക്ക് ചെയ്യാം അല്ലേ? നമുക്ക് 8 വെച്ച് ഡിവൈഡ് ചെയ്യാം. 6 8s are 48. ഇവിടെ 4 പോയിന്റ് വരും അല്ലേ? 6.5 എന്നാ വരിക. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. സോ നമുക്ക് എന്ത് പറയാം, 576484 ഈസ് നോട്ട് ഡിവിസിബിൾ മൾട്ടിപ്പിൾ ഓഫ് 8 അല്ലെങ്കിൽ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 8 എന്ന് പറയാം. അപ്പൊ 4ന്റെ ഇത് എന്താണ്, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 4ആയിട്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. 8 ആണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 8ആയിട്ട് ഡിവിസിബിൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അടുത്തത് 10ന്റെ എളുപ്പമാണ് അല്ലെ? യൂണിറ്റ് ഡിജിറ്റിൽ 0 വരണം. എന്താണ് 10 20 30 100 1000, അതുപോലെ 250 350 4500. അങ്ങനെ ഏത് നമ്പർ വന്നാലും 4590 8310 അങ്ങനെ ഏത് നമ്പർ വന്നാലും യൂണിറ്റ് ഡിജിറ്റിൽ 0 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ നമ്പറിനെ 10 വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതാണ് 10ന്റെ ഡിവിസിബിലിറ്റി. ഇനി 5ന്റെ ഡിവിസിബിലിറ്റി ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റിൽ 0 അല്ലെങ്കിൽ 5 ആണ് വരേണ്ടത്. ലൈക്ക് ദിസ് 25 250 35 പിന്നെന്താ 3875 4930 അതുപോലെ 34015. അപ്പം യൂണിറ്റ് ഡിജിറ്റിൽ 5 അല്ലെങ്കിൽ 0 വരുന്ന നമ്പേഴ്സിനെ മാത്രമേ നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ 10 ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റിൽ 0 മാത്രമാണ്. 5 ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റിൽ 5 അല്ലെങ്കിൽ 0 വരണം. അതാണ് ഡിവിസിബിലിറ്റി ബൈ 5 എന്ന് പറയുന്നത്. അടുത്തത് ഡിവിസിബിലിറ്റി ബൈ 11. ഓക്കെ, ഡിവിസിബിലിറ്റി ബൈ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 11 if the difference between the sum of its digits at odd places and sum of its digits at even places is either 0 or a number divisible by 11. എന്തൊക്കെയോ പറഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് എന്താണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളൊരു നമ്പർ എടുക്കാൻ പോവാണ്. 29435417 എന്നൊരു നമ്പർ എടുക്കാൻ പോവാണ്. ഇനി ഓഡ് പ്ലേസിലുള്ള ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? ഓഡ് പ്ലേസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് റൈറ്റിൽ നിന്നാണ് കൗണ്ട് ചെയ്യേണ്ടത്. 1 3 നോക്കിക്കോ, 1 3 4 5 6 7. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 7 + 4 + 3 + 9. ഇനി ഈവൻ പ്ലേസിലുള്ളത് എന്താണ്? ഈവൻ പ്ലേസിൽ 1 + 5 + 4 +
2. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ ഓഫ് ഡിജിറ്റ്സിനനുസരിച്ചിട്ട് കൗണ്ടിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. പക്ഷെ നമ്മൾ എപ്പോഴും റൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 1 2 3 എന്ന് പറഞ്ഞാൽ റൈറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം ഇതിന്റെ ഇപ്പം ആൻസർ എന്താ വരിക? 7 + 3 10, 19, 19 + 4 13 എന്ന് വരും. അപ്പം ഓഡ് പ്ലേസിലുള്ളത് 13 അല്ല, സോറി, 7 + 3 10, 19, 19 + 4 23, സോറി 23. ദെൻ ഇവിടെ നമുക്ക് 5 + 1 6, 6 + 4 10, 10 + 2 12 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഓഡ് പ്ലേസ് മൈനസ് ഈവൺ പ്ലേസ് ആണ് അല്ലെ. അപ്പോൾ 23 ഇതാ ഓഡ് പ്ലേസസ് മൈനസ് ഈവൺ പ്ലേസസ് ആണ് കൊടുത്തിരിക്കുന്നത്. 23 - 12 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? 3 - 2 1, 2 - 1 11. 11 is a multiple of 11, that is 11 is divisible by 11. So 294 35 417 is divisible by 11. ഇനി കിട്ടുന്ന നമ്പർ ഡിവിസിബിൾ അല്ല, 11 വെച്ച് ഡിവിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന ഡിജിറ്റ് എന്തായിരിക്കും? ഇറ്റ് വിൽ നോട്ട് ബി ഡിവിസിബിൾ ബൈ 11 എന്നാണ് പറയുക. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡിവിസിബിലിറ്റി ബൈ 11 എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി ഒരെണ്ണം കൂടുള്ളത് ഡിവിസിബിലിറ്റി ബൈ 25. എങ്ങനെയാണ് ഡിവിസിബിലിറ്റി ബൈ 25 നോക്കുക? ഒന്നുമില്ല, നമുക്ക് ഒരു നമ്പർ തരുവാണ്, തന്നിട്ട് ലാസ്റ്റിലെ 2 നമ്പേഴ്സ് ഒന്നുകിൽ 0 0 ആയിരിക്കണം, അല്ലെങ്കിൽ 25. ലാസ്റ്റിലെ ഒരു ഡിജിറ്റ് അല്ല, ലാസ്റ്റിലെ 2 ഡിജിറ്റ്സ് ഒന്നുകിൽ 0 0 ആയിരിക്കണം, അല്ലെങ്കിൽ 25ന്റെ ഡിവിസിബിൾ ആയിരിക്കണം. 25ന്റെ അപ്പോൾ വിചാരിക്കാം, അയ്യോ 25ന്റെ ഡിവിസിബിലിറ്റി ഒക്കെ നോക്കാനാണെങ്കിൽ പിന്നെ നമുക്ക് 25ന്റെ മൾട്ടിപ്പിൾസ് നോക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇത് ചെയ്യേണ്ട ആവശ്യം? അത്രയും വലുതല്ലേ എന്ന്. പക്ഷെ അങ്ങനെ അല്ല, ലാസ്റ്റത്തെ 2 ഡിജിറ്റ്സ് നോക്കിയാൽ മതി അല്ലേ. ലാസ്റ്റത്തെ 2 ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയേ വരുള്ളൂ? 2 ഡിജിറ്റ് നമ്പേഴ്സ്. 25ന്റെ 2 ഡിജിറ്റ് മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 25 50 75. ഇത്ര മാത്രമല്ലേ ഉള്ളൂ? 0 0. ഈ 4 നമ്പേഴ്സ് ലാസ്റ്റ് വന്നാൽ മാത്രമേ നമുക്കൊരു നമ്പർ 25ന്റെ ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയും ചെക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത്രയും നോക്കിയാൽ മതി. ഇത് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുന്നതിലും എളുപ്പമാണ്. 25 50 75 100 ഈ 4 നമ്പേഴ്സ് ലാസ്റ്റ് 2 ഡിജിറ്റിൽ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിജിറ്റ് എന്താണ്? ഡിവിസിബിൾ ബൈ 25 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു നമ്പർ നോക്കാം, 63875. നമുക്ക് ഒന്നും നോക്കണ്ട അല്ലെ, 75 എന്ന് പറഞ്ഞാൽ 25ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 25. ഇനി നോക്കിക്കോ, 96445. 45 എന്താണ്? 25ന്റെ ഡിവിസിബിൾ അല്ല. സോ ഇതെന്താണ്? ഡിവിസിബിൾ അല്ല അല്ലെ, 25 ആയിട്ട് ഡിവിസിബിൾ അല്ല. ഇത് ഡിവിസിബിൾ ആണ്. അപ്പൊ ഒന്നുകിൽ ഇങ്ങനെ നോക്കാം, ലാസ്റ്റ് ഡിജിറ്റ് 0 0, അല്ലെങ്കിൽ 25ന്റെ ഡിവിസിബിൾ, അല്ലെങ്കിൽ ഈ 4 നമ്പേഴ്സ് പഠിച്ചാൽ മതി. ഇതിപ്പോ നോക്കിക്കോ, 63800 ആണെങ്കിൽ അത് നമുക്ക് 25 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് എങ്ങനെ വരുന്നുള്ളതാ. ഇവിടെ നോക്കാം, 25 63ൽ 2 ടൈംസ് പോകും അല്ലേ, 50 ആണ് വരിക. നമുക്ക് ഇവിടെ 3 തന്നെ വരും, ഇവിടെ 1 വരും, ഇവിടെ 138 വരും. 138 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരിക? 125 ആണ് വരിക. ദാറ്റ് ഈസ് 5 ടൈംസ് എന്ത് വരും? 125 വരും. 8ന്ന് 5 പോയാൽ ബാലൻസ് 3, ഇവിടെ 1 വരും, ഇവിടെ 0. 130 അഗെയിൻ എന്താ പോവാ? 5 125, നമുക്കിവിടെ ബാലൻസ് 5, ഇവിടെ 2 എന്ന് വരും. അപ്പൊ ഇതെന്താ വരിക? 2552 ആണ്. ഡിവൈഡഡ് ബൈ 25 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ മനസ്സിലായല്ലോ. ലാസ്റ്റ് ഞാനിത് എന്താണ് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് വന്നാൽ എങ്ങനെയാണ് വരിക എന്നുള്ളത് പറഞ്ഞു തരാനാണ് ഇത് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഡിവിസിബിലിറ്റി ബൈ 25 മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും നമ്പേഴ്സ് ആണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്തിട്ടുള്ള ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ളത്. ഇനി കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു നമ്പർ തന്നിരിക്കുകയാണ്. ഓക്കെ, നമുക്കിപ്പോൾ 36 എന്നൊരു നമ്പർ തന്നിരിക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ PQ. അപ്പോൾ 36 എന്നൊരു നമ്പർ തരുവാണ്. 36ന്റെ ഫാക്ടേഴ്സ് നമുക്കറിയാം. 36 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? 36 എന്ന് പറഞ്ഞാൽ ഒരു 36ന് നമുക്ക് എന്തൊക്കെ വെച്ച് ഡിവൈഡ് ചെയ്യാം? 1, പിന്നെന്താ 3 വെച്ച് ഡിവൈഡ് ചെയ്യാം, ദെൻ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം, 6 വെച്ച് ഡിവൈഡ് ചെയ്യാം, 9 വെച്ച് ഡിവൈഡ് ചെയ്യാം.
അല്ലെ, പിന്നെയും അങ്ങോട്ടേക്ക് പോകും, എന്നാലും നമ്മളിവിടെ ഇത് അടുത്തുള്ളത് നോക്കുകയാണ്. ഓക്കെ, അപ്പം പിന്നെ 12 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇനിയിപ്പോൾ അത് പറഞ്ഞില്ല എന്ന് വേണ്ട, 12 വെച്ച് ഡിവൈഡ് ചെയ്യാം, പിന്നെ 36. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് നോർമലി വരുന്നത്. അപ്പം ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ p ആസ് വെൽ ആസ് q where p and q are co-primes then the given number is divisible by pq. നമുക്ക് 36 എന്നൊരു നമ്പർ തന്നു. 36 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കോപ്രൈം നമ്പേഴ്സ്, ഈ തന്നിരിക്കുന്നതിലെ കോപ്രൈം നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? 3ഉം 4ഉം കോപ്രൈം ആണ് അല്ലേ. അതുപോലെ 4 and 6 is not coprime. 6 and 9 is not coprime അല്ലേ. അപ്പം നമുക്ക് 3ഉം 4ഉം കോപ്രൈം ആണ്. അപ്പം നമുക്കൊന്ന് നോക്കാം. 36 നമുക്ക് 3ഉം 4ഉം വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് PQ, 3 into 4, 4 3s are എന്താ 12. So 36 is also divisible by 12 അല്ലേ. 36 12 വെച്ചും നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇനി അതിൻ്റെ വേറൊരു കേസിൽ പറയുന്നത് എന്താണ്, ഇനി നമ്മൾ നോക്കുന്നത് 4 and 6. 4 and 6 എന്താണ്, 36നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ 4 into 6 എന്താ 24 ആണ്. 24 is not a multiple of, അല്ലെങ്കിൽ 36 is not a multiple of 24. അതിന് കാരണം എന്താണ്, 4ഉം 6ഉം കോപ്രൈം അല്ല, ബിക്കോസ് അതിൻ്റെ കോമൺ ഫാക്ടർ ആയിട്ട് 2 നമുക്ക് വരും. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് രണ്ട് നമ്പേഴ്സ്, നമ്മൾക്ക് ഏതെങ്കിലും ഒരു നമ്പർ നമുക്ക് തന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് നമ്പേഴ്സ് കോപ്രൈം ആണെങ്കിൽ ആ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് കൊണ്ടും നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് ഇപ്പൊ ഈ പറയുന്ന 4ഉം 6ഉം അതാണ് സെക്കൻഡിൽ പറഞ്ഞിരിക്കുന്നത്. 4, 6 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സിനെ വെച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 36നെ ഡിവൈഡ് ചെയ്യാം. പക്ഷെ 4 and 6 ആർ നോട്ട് കോപ്രൈംസ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, 4 and 6 കോപ്രൈംസ് അല്ലാത്തത് കൊണ്ട് തന്നെ 4 into 6 അതായത് 24 വെച്ചിട്ട് 36നെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ എന്തിനാണ് ഇതിപ്പോ ഇവിടെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പൊ നമ്മൾ 6ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ പറഞ്ഞില്ല. 6ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, 1, 2, 3 and 6. ഇവിടെ നോക്ക് 2 and 3 കോപ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ 6നെ നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം, 2 into 3 6 അല്ലെ. അപ്പം ഒരു നമ്പർ 2 വെച്ചും 3 വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെ നമുക്ക് 6 വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. ഒരു നമ്പർ 2ന്റെയും 3ന്റെയും ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ നമുക്കറിയാം. സോ ഒരു നമ്പർ 2 and 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എല്ലാം തന്നെ നമുക്ക് 6 വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് 12ന്റെ കേസിലാണെങ്കിൽ നമുക്ക് 3 and 4 യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എല്ലാം നമുക്ക് 12 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയെടുത്തു കേട്ടോ, ഞാനത് നോട്ടായിട്ട് തന്നിട്ടില്ല, ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. 15 ആണെങ്കിൽ 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എല്ലാം നമുക്ക് 15 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് 18 ആണ്. 18ന്റെ കേസിൽ 2 into 9 ആണ്. 2 വെച്ചും 9 വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എല്ലാം നമുക്ക് 18 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കേസിൽ 14 ആണെങ്കിൽ 2 and 7, 2ഉം 7ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് 14 വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് 24 ആണ്. 24 എന്ന് പറഞ്ഞാൽ 3 into 8 ആണ്. 3യുടെയും 8ന്റെയും ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ നമുക്കറിയാം. അത് രണ്ടിലും ഡിവിസിബിലിറ്റി ഓക്കെ ആണെങ്കിൽ അത് 24ന്റെ ഡിവിസിബിലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യും. അടുത്തത് 40 ആണെങ്കിൽ നമുക്ക് 5 into 8, 5ന്റെയും 8ന്റെയും ചെക്ക് ചെയ്യുക. അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നമ്പർ 40യും സാറ്റിസ്ഫൈ ചെയ്യും. ഓൾസോ 80യുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ 5 into 16 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റിയിൽ പഠിക്കാനുള്ളത്. ഈ കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ,
അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മെത്തേഡ്സ് ആണ് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഒരു നമ്പർ, നമുക്കൊരു വലിയ നമ്പർ തരുവാണ്, നമുക്കത് അറിയുന്നില്ല, എന്നിട്ട് നമ്മളോട് ഈ പറഞ്ഞ ഏതെങ്കിലും ഒക്കെ നമ്പേഴ്സ് വെച്ചിട്ട്, ഈ പറഞ്ഞ നമ്പേഴ്സ് എന്നല്ല ഏതെങ്കിലും നമ്പേഴ്സ് വെച്ചിട്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് വലിയൊരു നമ്പർ തണ്ട് 36 വെച്ച്, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ആ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ നമുക്ക് കോപ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. ഓക്കെ, ഏത് നമ്പർ വെച്ചാണോ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മളോട് ഒരു വലിയ നമ്പർ തന്നിട്ട് 15 ഈസ് ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 15 എന്ന് ചോദിച്ചാൽ നമ്മൾ 15ന്റെ കോപ്രൈം പ്രോഡക്റ്റ് നോക്കുക. 3 and 5 15ന്റെ കോപ്രൈം പ്രോഡക്റ്റ് ആണ്. നമുക്ക് 3യുടെ ഡിവിസിബിലിറ്റിയും 5യുടെ ഡിവിസിബിലിറ്റിയും ചെക്ക് ചെയ്യാൻ അറിയാം. അപ്പൊ നമ്മൾ ആ നമ്പർ യൂസ് ചെയ്തിട്ട് 3യുടെയും 5യുടെയും ചെക്ക് ചെയ്യുക. അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദ ഗിവൺ ഡിജിറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 15 ബിക്കോസ് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3 and 5. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും. 3യും 5ഉം വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്ത് പറയാം, 15 വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇത്രയുമാണ് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റിയിലുള്ളത്. കുറച്ച് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. അപ്പം ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് വലിയ വലിയ നമ്പേഴ്സ് തരുമ്പം അത് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല അല്ലെ. ഓരോ നമ്പേഴ്സ് യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് വന്നിട്ട് ആൻസർ കണ്ടുപിടിക്കാനുള്ള അത്രയും സമയമൊന്നും നമുക്ക് എക്സാമിന് ഉണ്ടാവില്ല. അപ്പൊ അതിനായിട്ട് കുറച്ച് ടിപ്സ്, ട്രിക്സ്, കാര്യങ്ങൾ, കുറച്ച് ഐഡിയാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിനെയൊക്കെ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്ന് പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പം ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി കൂടുതൽ വീഡിയോസ് ആയിട്ട് കാണാം. ഇതിന്റെയൊക്കെ പ്രോബ്ലംസും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പുറകിൽ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പൊ ഇത്രയും നേരം കേട്ടിരുന്നതിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു.